ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ മാഷിന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ വന്നു. വിശ്വം അവിടെയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മാഷ് അങ്ങോട്ട് ഇറങ്ങാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് മാഷ് വിനയനോട് ചോദിക്കുന്നുണ്ട്, നിനക്കറിയാവുന്ന കമ്പനിയല്ലേ, ഒന്നവിടെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ എന്താണെന്ന് ഉണ്ടായെന്ന് അറിയാലോ എന്നൊക്കെ വിനയനോട് ചോദിക്കുകയാണ് മാഷ്. ആ സമയത്ത് വിനയൻ പറയുന്നുണ്ട്, എനിക്ക് കൂടുതലൊന്നും അറിയില്ല അച്ഛാ, ഞാനിങ്ങനെ ഒരാൾ മുഖേന പറഞ്ഞാണ് വിശ്വേട്ടനെ അവിടെ ജോലിക്കാക്കിയത്, എനിക്ക് അവിടെയുള്ളവരെയൊന്നും പരിചയമില്ല എന്ന് പറഞ്ഞ് വിനയൻ ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ശ്രീജയടുത്ത് വേഗം തന്നെ നമ്മുടെ വിക്രത്തിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഇങ്ങനെ വിശ്വേട്ടൻ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലാണ്, ഇങ്ങനെ ഒരു കള്ളക്കേസിൽ പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ ശ്രീജയടുത്തി വിക്രത്തിനോട് പറയാണ്. അപ്പോൾ വിക്രത്തിനോട് ശ്രീജയടുത്തി പറഞ്ഞു, ഇത് നമ്മുടെ വേദയുടെ ചേട്ടൻ നടത്തുന്ന കമ്പനിയാണ്, ഇതിലെന്തോ കള്ളത്തരം ഉണ്ടെന്നുള്ള കാര്യം വിക്രത്തിനോട് പറയാണ് കേട്ടോ. ഇതേതായാലും വേദ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വേദ എല്ലാവരോടും പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ കെണിയല്ല, ഇതെനിക്ക് വേണ്ടി ഒരുക്കിയ കെണിയാണ്, ഇതിൽ ഞാൻ വന്ന് പെട്ടതാണ്, എനിക്കറിയാം വിശ്വേട്ടനെ എങ്ങനെ ഇതിൽ നിന്നും രക്ഷിച്ച് വരേണ്ടതെന്ന് എനിക്കറിയാമെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ വേദ എല്ലാവരും കേൾക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദ നമ്മുടെ വിക്രത്തിനെയും കൂട്ടി മാഷിൻ്റെ ഒപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. മാഷിനെ കാണുമ്പോൾ തന്നെ വിശ്വം അച്ഛാന്ന് വിളിച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ മുഖത്ത് സന്തോഷം തന്നെയുണ്ട് അച്ഛനെ കണ്ടതിൽ. അപ്പോൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ തന്നെ വേദയ്ക്ക് മനസ്സിലായി, തൻ്റെ ചേട്ടൻ ഒരുക്കിയ കെണിയിലാണ് വിശ്വേട്ടൻ വന്ന് പെട്ടിരിക്കണത് എന്ന്. അപ്പോൾ വീട്ടുകാർക്കും നീതിക്കും വിശ്വേട്ടനും വേണ്ടിയിട്ട് നമ്മുടെ വേദ വീണ്ടും വക്കീൽ കുപ്പായ എടുത്ത് അണിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വേദ മുഖേന തന്നെ നമ്മുടെ വിശ്വേട്ടൻ സ്റ്റേഷനിൽ നിന്നും ഇറക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.